കേരള ക്രിയേച്ചറിലേക്ക് ഏവർക്കും സ്വാഗതം. വാ ഇന്നലെ എന്താ ചേസിങ് അല്ലേ? ജയിക്കാൻ വേണ്ടത് 3 റൺസും സിയസ് അയ്യർക്ക് വേണ്ടത് സെഞ്ചുറി എടുക്കാൻ വേണ്ടത് 5 റൺസുമാണ്. ഇന്നലെ സിയസ് അയ്യർ 6ഓട് കൂടി ഇന്നിങ്സ് അവസാനിക്കുന്നത് കണ്ടു. സെഞ്ചുറി എടുത്ത് 6ഓട് കൂടി സെഞ്ചുറി എടുത്ത് ഇന്നിങ്സ് അവസാനിപ്പിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അങ്ങനെ കിടിലൻ ചേസിങ് ആയിരുന്നു അല്ലേ പഞ്ചാബിൻ്റെത്. പഞ്ചാബ് ഇപ്പോൾ പ്ലേ ഓഫ് സാധ്യതയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ചാൻസ് ഉണ്ട് പഞ്ചാബിൽ, പ്ലേ ഓഫ് സാധ്യതയിൽ ചാൻസ് ഉണ്ട്. അത് ഇന്ന് RR പൊട്ടുകയും KKR രണ്ടാഴ്ചയിൽ വിജയിക്കാതിരിക്കുകയും അല്ലെങ്കിൽ തോൽക്കുകയും ചെയ്താൽ പഞ്ചാബ് ഉറപ്പായും പ്ലേ ഓഫിൽ കയറുക തന്നെ ചെയ്യും. മുംബൈ വിചാരിക്കണം. ഇന്നലെ പവർ പ്ലേയിൽ 2 വിക്കറ്റ് പോകുകയും സിയാസ് അയ്യറാണ് ടീമിനെ മുന്നോട്ട് നയിച്ചത്. കിടിലൻ ചേസിങ് ആയിരുന്നു ഇന്നലെ. സിയാസ് അയ്യർ 101 റൺസാണ് നേടിയത്. 5 സിക്സും 11 ഫോറും അടക്കം 101 റണ്ണ് 51 ബോളിൽ 198 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം നേടിയത്. ഇനി ഇംഗ്ലീഷ് മികച്ച ഫോമിലാണുള്ളത്. മികച്ച പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. 2 സിക്സും 9 ഫോറും അടക്കം 44 ബോളിൽ 72 റൺസാണ് അദ്ദേഹം അടിച്ചത്. 163 സ്ട്രൈക്ക് റേറ്റിൽ. ഇനി കുൽക്കർണി അദ്ദേഹം ഡക്കാവുകയും ചെയ്തു. പോരാൻ 7 ബോളിൽ 2 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് അടിക്കാൻ കഴിഞ്ഞത്. ബദോനി 3 സിക്സും 5 ഫോറും അടക്കം 18 ബോളിൽ 43 റൺസാണ് അദ്ദേഹം അടിച്ചത്. ബദോനി. ഋഷഭ് പന്ത് 3 ഫോറടക്കം 22 ബോളിൽ 26 റൺസാണ് അദ്ദേഹം അടിച്ചത്. സമദ് 3 സിക്സ് 3 ഫോറടക്കം 20 ബോളിൽ 37 റൺസാണ് അദ്ദേഹം അടിച്ചത്. ചൗധരി 3 ബോളിൽ 1 റൺസ് അദ്ദേഹത്തിന് അടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അർജുൻ തെണ്ടുൽക്കർ 5 ബോളിൽ 5 റൺസാണ് അടിച്ചത്. പഞ്ചാബ് ആകട്ടെ ആര്യ ഷമിയുടെ ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ടാകുകയും ചെയ്തു. അദ്ദേഹം വലിയ ഷോട്ടിന് ശ്രമിക്കുകയായിരുന്നു. ഷോട്ട് ശരിക്കും കളിച്ചായില്ല. അങ്ങനെ ഫീൽഡറുടെ കയ്യിൽ എത്തുകയാണ് ചെയ്തത്. സിംഗ് 31 ബോളിൽ 69 റൺസ്, 2 സിക്സും 7 ഫോറുമാണ് അദ്ദേഹം അടിച്ചത്. അർജുൻ തെണ്ടുൽക്കറാണ് വിക്കറ്റ് എടുത്തത്. ഇനി കോഹ്ലി 10 ബോളിൽ 18 റൺസ്, 4 ഫോർ അദ്ദേഹം അടിച്ചത്. ഷമിയാണ് വിക്കറ്റ് എടുത്തത്. ഇനി സിയാസ് നോട്ട് ഔട്ട് 51 ബോളിൽ 101 എന്നത്തെ പറഞ്ഞല്ലോ. ഇനി ഷഡ്ജി 7 ബോളിൽ 9 റൺസാണ് അദ്ദേഹം അടിച്ചത്. പഞ്ചാബിന് വലിയ വിജയമാണ് നേടാനായത്. 7 വിക്കറ്റിൻ്റെ വിജയം. 12 ബോളിൽ ബാക്കി നിൽക്കെയാണ് വിജയിച്ചത്. ഫസ്റ്റ് ബാറ്റ് ചെയ്ത LSG 196 6 വിക്കറ്റിൽ 196 റൺസാണ് എടുത്തത്. ഇനി പഞ്ചാബ് ആകട്ടെ സിയാസ് അയ്യറിൻ്റെ മികവിൽ 18 ഓവറിൽ 200 റൺസ് തിരിക്കുകയും ചെയ്തു. തീർച്ചയായും പഞ്ചാബിന് പ്ലേ ഓഫ് സാധ്യതയുണ്ട്. അത് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ പഞ്ചാബിന് പ്ലേ ഓഫ് സാധ്യത RR ഇന്ന് പൊട്ടുകയും ചെയ്താൽ തീർച്ചയായും പ്ലേ ഓഫ് സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ KKR ബാക്കി നിൽക്കെ KKR റൺ റേറ്റ്
അടുത്ത കളി തോൽക്കുകയോ അല്ലെങ്കിൽ ജയിച്ചാൽ റൺ റൈറ്റ് ആവശ്യമായി വരും. നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. താങ്ക് യു.